Wherever you're going, wherever you've been, I'll follow you around every bend. I'll follow you into the dark, throw your hair on down like a falling star. Colors blur, memories fade, what we found just tends to stay. So hold to me and I'll hold on to you. We'll see the story through. Falling into a dream, swirling sounds, singing symphonies. You're all I hear and you're all I can see. I'll be by your side till golden bells they ring. I say, അങ്ങയുടെ പദ്ധതി പ്രകാരം മനുഷ്യൻ ചരാചരങ്ങൾക്ക് നീ ജീവൻ നൽകി കാത്തു പരിപാലിക്കുന്നു. ആ രീതിയിൽ ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകമായി വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന മകളെ അഖിലയെ ഞാൻ പ്രത്യേകമായി നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ മകളിലൂടെ രൂപം കൊള്ളുന്ന ആ കുടുംബത്തെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ മകളിലൂടെ ഈ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മാതാപിതാക്കളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഈ കുടുംബത്തിൽ അങ്ങയുടെ പദ്ധതിയുടെ പ്രകാരം ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ച കുടുംബത്തിന് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഈ മകളുടെ ഭാവികാലത്തിൽ അവരുടേതായ കുടുംബം രൂപം കൊള്ളുമ്പോൾ നിൻ്റെ സാന്നിധ്യം എന്നും ആ കുടുംബത്തിൽ നിലനിൽക്കണമെന്നും ഈ മകളിലൂടെ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ആ സന്തോഷവും സ്നേഹവും അനുഭവിക്കാനിടയാക്കണമേ. എന്നും ഈ കുടുംബത്തിൽ അങ്ങ് സന്നിഹിതനായിരിക്കണം. നിങ്ങളുടെ അനുഗ്രഹവും ഈ മക്കളിലൂടെയും മാതാപിതാക്കളിലൂടെയും എല്ലാവർക്കും അനുഭവിക്കാനിടയാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധ മാതാവേ, അഖിലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ബിന്ദുവെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യത്തിലെ അനുഗ്രഹിച്ച് ഇവരുടെ കുടുംബത്തെ എന്നും അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കരുവിയാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ മകളെയും മകളെയും അതിനെ ചേർത്ത് വയ്ക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പരിശുദ്ധ
ഒന്നാം ലഭിച്ചത് അവരെ എന്നും ഉണ്ടാക്കി സന്തോഷപ്പെടണമേ. സ്നേഹിതയായ ഈശോയെ അങ്ങേക്കരങ്ങളിലേക്ക് ഹൃദയർപ്പിക്കുന്നത് അങ്ങയുടെ പൂർണ്ണ അവരുടെ പൂർണ്ണ ആഗ്രഹങ്ങൾ എന്നുമെന്നും അവർക്ക് കൊടുക്കാൻ വഴി ചെയ്യണം എന്ന് വാഗ്ദാനം ചെയ്യുന്ന ആ വാക്ക് മരണം വരെയും പരസ്പരം പൂർണ്ണമായി നൽകിക്കൊണ്ട് ജീവിക്കാൻ കുറയുന്ന ജീവിതം നൽകണം. നമ്മുടെ ഭാവിശ്വസിച്ചയാൾക്ക് ശ്വാസം നാടാകുണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും വിജയിക്കും.
ദൈവത്തിന് സ്തുതി. സമാധാനം പ്രത്യാശി എപ്പോഴും എന്നേക്കും. സുരക്ഷനായ ഞങ്ങളുടെ പിതാവേ, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയും മനുഷ്യത്വത്തിന് നിലനിൽപ്പിനായി അവരെ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്ത ബാക്കിയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ആകാം വിശുദ്ധവരെയാം കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും അത് ഞങ്ങൾക്കായി കാണിക്കുകയും ചെയ്യുന്നുവോ? അവരുടെ നിന്നകന്ന നന്മ ചെയ്യുവിൻ, സമാധാനത്തെ അതിനെ പിന്തുടരുവിൻ. ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ്വ സൗഭാഗ്യങ്ങളും നന്മകളും നിർമ്മിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയെ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാട്ടിന് സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ സർവേശ്വരായ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായനേക്കും. അതുവഴിയാണ് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നത്. നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കുന്നു. വിശുദ്ധ
പരിശുദ്ധ സുവിശേഷം 25 മുതൽ 33 വരെ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശപ്പുറങ്ങളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സൊരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ ഇതിന് ആകുലരാകുന്നു. വയലിലെ ജീവികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആളുകളാകേണ്ട. വിജാതിയാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ രണ്ട് മക്കളുടെയും വിവാഹ വാഗ്ദാനത്തിൻ്റെ മഹനീയ കർമ്മത്തിൽ ആയിരിക്കുന്നത്. കാരണം ദൈവഭയമുള്ള, ദൈവസ്നേഹമുള്ള, സഭയോടും വൈദികരോടും സഭാശുശ്രൂഷകരോടും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ല കുടുംബങ്ങളിലെ മക്കളൊക്കെ ഇതേ രീതിയിൽ വിവാഹം കഴിക്കുന്നതും അതിലേക്ക് മുൻപുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അവരുടെ വികാരീച്ചന്മാരെ ക്ഷണിക്കുന്നതുമൊക്കെ ഒരു കുടുംബത്തിന് മറ്റുള്ളവരോടുള്ള ബന്ധവും അല്ലെങ്കിൽ അച്ഛന്മാരോടൊക്കെയുള്ള ആഴമായ ബന്ധമാണ് അതൊക്കെ സൂചിപ്പിക്കുക. നമുക്കറിയാം, സഭ ഉയർപ്പ് കാലത്തിലൂടെ കടന്നുപോകുന്ന സമയമാണ്. ഉദ്ധാനത്തിന്റെ പ്രതീക്ഷയാണ്, അതിന്റെ സമാധാനമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ആവോളം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലിൻഡോയും അഖിലയും ഇന്ന് വിവാഹ വാഗ്ദാനം നടത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മോട് ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യത്തെ പറ്റിയും ആകുല ചിത്തരാകാതെ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുമ്പോൾ അത് ഏത് ജീവിത പന്ഥാവിലുള്ളവരായാലും അവരുടെ ജീവിതത്തിന് വലിയധികം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കും. ദൈവത്തിൽ ആശ്രയിക്കാത്ത വ്യക്തികൾക്കും സമൂഹത്തിനും ഒരിക്കലും ഒരു ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും കണ്ടെത്താൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും, ലിൻഡോയും അഖിലയും, ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കാൻ ഒരുപക്ഷെ വിവാഹത്തിന് ഒരാഴ്ച മാത്രം നിലനിൽക്കുന്ന ഈ സമയത്ത് തമ്പുരാൻ നമ്മെ തിരഞ്ഞെടുത്തു. മണിമലയിൽ നിന്നും തൊടുപുഴയിൽ നിന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഇപ്രകാരം ഒരുക്കി ഈ വിവാഹ ബന്ധത്തിലേക്ക് നിങ്ങളെ പറഞ്ഞുവിടുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമയമായി മാറണം. അഖിലയെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്റെയൊക്കെ പെങ്ങളുടെ മകളാണ്. കഴിഞ്ഞകാല ജീവിതയാത്രയിൽ മുഴുവനും ദൈവം ഒരുപാട് കൃപ ചെയ്തവളാണ്.
ഈ അഖില. കാരണം ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം കൃത്യമായ രീതിയിൽ ജീവിതത്തിൽ കിട്ടിയ ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ മകൾ. അതേത് പഠന കാര്യങ്ങളിലാണേലും ജോലി സംബന്ധമായ കാര്യങ്ങളിലാണേലും ഇപ്പോഴെത്തിയിരിക്കുന്ന ഈ വിവാഹ ജീവിതത്തിലേക്കുള്ള കാര്യങ്ങളിലാണേലും ഉചിതമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ദൈവം തന്നെ അവൾക്ക് വേണ്ടി ഒരുക്കി. ലിൻഡോയും അതേ രീതിയിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിനെ പറ്റിയും ആകുലചിത്തരാകരുത്. ആകുലചിത്തരാകുന്നവർക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അവർ തളർന്നു വീഴും. ദൈവാശ്രയ ബോധത്തിൽ ആഴമായി വിശ്വസിക്കുന്നവർക്ക് യാതൊന്നിലും കുറവുണ്ടാവുകയില്ല. ഇസ്രായേലിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേലിൽ ഒരു വിവാഹം നടക്കണമെങ്കിൽ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതസഖിയെ കാണുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു റിങ് കൈമാറുമായിരുന്നു. അതിനുശേഷം ഒറ്റ കൊല്ലം മുഴുവനും ഇവർ കാത്തിരിക്കും. കാത്തിരുന്നതിന് ശേഷം ഈ പെൺകുട്ടിയെയും ഈ ആൺകുട്ടിയെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ വിവാഹം കഴിച്ചിരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിവാഹ വാഗ്ദാന കർമ്മങ്ങളും. വിവാഹ വാഗ്ദാനത്തിന് മുമ്പ് ഇപ്പോൾ നമ്മൾ വിളിച്ചേർന്ന് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ വിവാഹ വാഗ്ദാനത്തിന് ശേഷം 3 പ്രാവശ്യം വിളിച്ചേക്കൽ നൽകി നമ്മൾ വിവാഹം നടത്താറുണ്ട്. ഇതെല്ലാം ഒരു കാത്തിരിപ്പിനെ സൂചിപ്പിക്കുകയാണ്. ശരിയായ രീതിയിലുള്ള ഒരുക്കത്തെ പറ്റി സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ആ കുടുംബജീവിത പശ്ചാത്തലവും അവരുടെ ജീവിതത്തെ പറ്റി തന്നെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി ഉള്ള സമയമാണ് ഈ വിവാഹ വാഗ്ദാന ശേഷമുള്ള ഏത് കാലഘട്ടവും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദൈവജനം ഇന്ന് ഈ മക്കളെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവിടെ ഒരുമിച്ച് കൂടി. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സിദ്ധാചാര്യോട് പറയുകയുണ്ടായി. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മണിമല പെരുന്നാൾ പോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പള്ളിയിലെ ഈ കർമ്മത്തിന് വന്നിരിക്കുന്നു. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളവരും ഒത്തിരിയേറെ ഇവർ സാമൂഹിക പ്രതിബദ്ധതയിലും സഭയോടുള്ള സ്നേഹത്തിലും പ്രത്യേകിച്ച് വൈദികരോടുള്ള വളരെ സ്നേഹത്തിലും സഭാകാര്യങ്ങളും ഒത്തിരി ശ്രദ്ധിക്കുന്നതുകൊണ്ടും നാട്ടുകാരുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതുകൊണ്ടുമാണ് ഇത്രയും ആളുകളൊക്കെ. ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, എല്ലാവരും നമ്മൾ പ്രിയപ്പെട്ടവർ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ആളുകളൊക്കെ മക്കളുടെ വിവാഹ വാഗ്ദാന കർമ്മത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഒരു പെങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു മോള് അല്ലെങ്കിൽ മോൻ ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുന്നതിലേക്ക് പോകുമ്പോൾ അത് സന്തോഷവും ഒരു പ്രാർത്ഥനയുടെ സമയമാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും ദൈവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ. വിവാഹത്തിലൂടെ നിങ്ങൾ നയിക്കുവാൻ പോകുന്ന കുടുംബജീവിതം ഏറ്റവും സുന്ദരപ്രദമായി തീരട്ടെ. ആത്മാർത്ഥമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും പ്രത്യേകിച്ച് വികാരിച്ചന്റെ നാമത്തിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ സ്നേഹമുള്ള രണ്ടുപേർക്കും ഇന്ത്യയ്ക്ക് വന്നിൽ അതിലേക്ക് നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിലണിയിരിക്കുന്നു അങ്ങയുടെ ദാസന്റെ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ അങ്ങേ പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹങ്ങൾക്ക് നൽകണമേ. ഇവരെയുടെ കുടുംബാംഗങ്ങളെ സ്നേഹത്തിന്റെ വൈകിട്ട് കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹം നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ പ്രീസായെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. പ്രീസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ ജോബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു.
ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനങ്ങൾക്ക് നിങ്ങളെ ജോലിയും ക്രിസ്തയെയും വിശ്വാസികളെ ആശീർവദിക്കുകയും ഈ വാഗ്ദാനങ്ങളെ ഏറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. തിരുക്കുടുംബത്തിന്റെ നാഥനായ യോസേഫിന്റെ ഞങ്ങളുടെ പിതാവായ മർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ വിവാഹമായി നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ വിവാഹവാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശിക്ഷപ്പെടുകയും സ്നേഹത്തിന്റെ കരുണയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റിബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ കൂടെ വിവാഹം നമുക്ക് ആശിക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കരണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസുഖമായി നയിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവരുടെ ലൈഫ് ലോങ് കമ്പാനിയനെ കണ്ടെത്തിയിരിക്കുന്ന ദിവസമാണ്. ആൻഡ് ദേ ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ ചാപ്റ്റർ ഓഫ് ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കുള്ള ആദ്യ കാൽച്ചുവട് അതാണ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് ടുഡേ ദേ ഗോട്ട് ഒഫീഷ്യലി എൻഗേജ്ഡ്. അവരുടെ ഇത്രയും സ്പെഷ്യലായ ഈ ഒരു ദിവസത്തിൽ തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ പുളിച്ചിവാക്കൽ കുടുംബത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. I welcome all of you to this very very special day of Akhila and
Lindo. I would like to grab all your attention to the entrance, please, because at the entrance we have our beautiful couple, Akhila and Lindo. Ladies and gentlemen, please put your hands together for Akhila and Lindo. നമുക്കെല്ലാവർക്കും നല്ലൊരു കൈയ്യടി നൽകി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Georgian team, come on, നല്ലൊരു കൈയ്യടി, please. Georgian team, please, നല്ലൊരു കൈയ്യടി. Make some noise for them. Okay, Akhila ചേച്ചിയും ലിൻഡോ ചേട്ടനും ഒന്ന് ഹോൾഡ് ചെയ്യണം because we have something special for you. ഒരു കൊല്ലം പൊന്നും പൂവും കരിനീലച്ചാടും കണ്ടു കാണാൻ കുന്നിൽ നിന്നും തിരുകോടിപ്പാകും പടകാളി പെണ്ണെ നിന്നും മടിയിൽ ചാത്തിയിടാൻ തുളുനാടൻ തേരിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. പുലരിമഴ കടമഴിയിൽ കാലതലം കവിടിനയിൽ സിന്ദൂരം പുലരിമഴ പുഞ്ചൊടിയിൽ പുന്നാരം
തിങ്കളേ കുതിച്ചു പട്ടക്ക് തുഴഞ്ഞ് പട്ടക്കം
performance. Adivoli. Okay, but thank you all for the wonderful performance. Since today your parents have decided about all these dates, preparations and everything, I know you guys are super busy and tensed. എങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു അറ്റ്ലീസ്റ്റ് പാസ്റ്റ് 2-3 days നിങ്ങൾ ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു ഡേ ഇമാജിൻ ചെയ്തിട്ടുണ്ടല്ലേ, സ്വപ്നം കണ്ടിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? ഐ നോ, യെസ്. സോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ ഐ എം ഓൾസോ എക്സൈറ്റഡ് ടു നോ വൺ തിങ്. ഹൗ ഡു യു ഗൈസ് ഫീൽ നൗ? ഇപ്പൊ രണ്ടാൾക്കും, ബിക്കോസ് നിങ്ങൾ ആ സ്വപ്നം കണ്ട ആ ഒരു മൊമെന്റ്, യു ആർ ലിവിങ് ദാറ്റ് മൊമെന്റ് അല്ലേ? സോ എന്താ രണ്ടാൾക്കും ഇപ്പൊ തോന്നുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ? യെസ്. സോ അഖില ചേച്ചി, ലേഡീസ് ഫസ്റ്റ്. കല്യാണം ഇത്രയും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ കഴിച്ചില്ല. മാട്രിമോണി കിടക്കുന്ന അസുഖം എന്ന് ഈ കുറച്ച് മനസ്സിലായി. അപ്പം ഇന്ന് ഏകദേശം ഈ പണി തീർന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇനി 8 മണിക്കൂർ തുടക്കമാണ് നാളെ തൊട്ട്. അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും പപ്പാടെയും അമ്മയുടെയും എൻ്റെ മറ്റു ബന്ധുമിത്രാദികളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ സന്തോഷ നിമിഷത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ജോർജിയുടെയും അതുപോലെ ഇവിടെ വന്ന് ഡാൻസ് കളിച്ച എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും, ജോർജിയുടെ അതിലയുടെയും സുഹൃത്തുക്കളും ഞങ്ങളുടെ കസിൻസും എല്ലാമാണ്. അവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക് യു. ചേട്ടാ, now it's your turn. ചേട്ടൻ എന്താ തോന്നുന്നത്? അത് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ലിൻഡോ ആൻഡ് അഖില. ഐ നോ ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഇവരെ പേഴ്സണലി അറിയാവുന്നതാണ്. എങ്കിൽ കൂടിയും for those who don't know, here's a big quick info about them. A beautiful bride to be, Akhila Teresa Joseph. She is from Pulistumakal family, daughter of Gigi Pulistumakal and Jisi Pulistumakal. She has completed B.Ed and Masters in Physics and now she is working as a government aided school teacher at St. Joseph's UPS Mandanam. Coming to our handsome groom to be, Lindo Joseph. He is from Anatharikal family, son of Mr. A.J. Jose Anatharikal and Philomena Joseph. He has completed his B.Tech in Electrical and Electronics Engineering and now he is working as an instructor at Government Engineering College RIT Kottayam. And that's all about them. I know you guys are super happy today, but നിങ്ങളെക്കാൾ ഏറെ ഇന്ന് സന്തോഷിക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. ആരാത്? Parents, yes. So now it's time to welcome both of their parents to this wonderful stage. ആദ്യം തന്നെ ഞാൻ അഖിലയുടെ പേരൻസിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഖിലയുടെ മാതാപിതാക്കളെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. First, I would like to invite Akhila's father, Mr. Gigi Pulistumakal, onto the stage. He is a loving and a caring father. അങ്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ സാമൂഹിക സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായും നല്ലൊരു വ്യക്തിബന്ധം പുലർത്തി സൗഹൃദ വലയം സൃഷ്ടിക്കുന്ന ഒരാളാണ് അങ്കിള്. ആൻഡ് പറയേണ്ടതായിട്ട് വേറൊരു കാര്യമുണ്ട്. ഹീസ് എ ഗ്രേറ്റ് കുക്ക്. ബിക്കോസ് 3-4 ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും അങ്കിളുടെ ഫുഡിലാണ് കഴിഞ്ഞു പോകുന്നത്. ഹീസ് എ വണ്ടർഫുൾ കുക്ക്. ആൻഡ് കമ്മിങ് ടു അഖിലാസ് മദർ, Mrs. Jisi Joseph, and she is from Alancheri family, right? Yes, Alancheri family, and she is a wonderful home taker. And auntie nalloru cookadu, and she is a bubbly like character, and what? She'll enjoy like every moment like a single child, like a cute child. She'll enjoy every moment. അത്രയ്ക്കും ക്യൂട്ടാണ്. ഷീ സച്ച് എൻ എനർജി ബോംബ്. ബിക്കോസ് ഞങ്ങളൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഞങ്ങളെക്കാൾ എനർജി ഒരു 3-4 വട്ടം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞെങ്കിൽ കൂടിയും ആൻറ്റി ഫുൾ ഓൺ എനർജിയാണ്. അത്ര ഓക്കെ. ദെൻ ആൻഡ് അങ്കിളെ, മൂത്ത മകള് വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറേ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നിമിഷമാണ് എന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളതെന്ന്? ഹലോ, സ്നേഹമുള്ള ലിൻഡോയുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്
ചെറുപ്പകാലങ്ങളാണ്. കുട്ടികളുടെ ചെറുപ്പകാലങ്ങൾ വളരെ ബുദ്ധിമുട്ടുകളോടുകൂടി അവരെ വളർത്തിയെടുക്കുക എന്ന വലിയൊരു പ്രയാസമാണ് മാതാപിതാക്കൾ. വളർത്തി പഠിപ്പിച്ച് വലുതാക്കുക, അവരെ നല്ല നിലയിലെത്തിക്കുക അത് മാതാപിതാക്കളുടെ ലക്ഷ്യമാണ്. അവർ ഒരു ഉന്നത സ്ഥാനങ്ങളിൽ എത്തുവാൻ എനിക്ക് ജഗദീശ്വരൻ അവസരം തന്നു. അത് എല്ലാവരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം അവർക്ക് യോജിച്ചൊരു വരനെ കണ്ടെത്തുവാനും ജഗദീശ്വരൻ എനിക്കൊരു അവസരം തന്നു. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അങ്കിൾ. നൗ ഇറ്റ്സ് ടൈം ടു ഇൻവൈറ്റ് അഖിലയുടെ സഹോദരങ്ങളെ ഈ ഒരു സ്റ്റേജിലേക്ക്. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് Miss Atulya Joseph. She has completed her bachelor's in nursing and now she is preparing to go abroad. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് അതുല്യനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആക്ച്വലി കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ചെക്കനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ടെൻഷനും പണിയും ഹാർഡ് വർക്കും ഒക്കെ ചെയ്യേണ്ടത് സഹോദരങ്ങളാണ്. അതുല്യയുടെ ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു ടെൻഷനുടെയൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ കാണുന്നതാണ്. സോ ബിഗ് ക്ലാപ്പ് ടു ഹർ. നല്ലൊരു കൈയ്യടി പ്ലീസ്. സോ അടുത്തതായിട്ട് അഖിലയുടെ ബ്രദർ ജോർജിനെ കുറച്ച് പൊക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവൻ ഗ്ലാസ് ഒക്കെ വെച്ച് വന്നോ? ക്ലാസ് ഇല്ല, ഓക്കെ. സോ ഐ ഇൻവൈറ്റ് ജോർജി ജോസഫ് ഓൺ ടു ദി സ്റ്റേജ് ആൻഡ് ഹി ഹാസ് കംപ്ലീറ്റഡ് BCom last year and now placed at MRF Private Limited. MRF ൽ പ്ലേസ്ഡ് ആയ കാര്യം ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് ഒന്നുകൂടെ പറയണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. Now he is working at MRF Private Limited. Okay, നമുക്കിപ്പോൾ അഖിലയുടെ പേരൻസിന്റെ ഒരു സൈഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Now it's time to invite ചേട്ടന്റെ ഫാമിലി on to the stage. ചേട്ടന്റെ മാതാപിതാക്കളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I invite Mr. AJ Jose Anadharikal family. He is a retired government employee, Joint Director SCD Department. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി നമ്മുടെ ഫാമിലിയാണ് അവര്. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കുറച്ചുകൂടെ എനർജി ആണ് കേട്ടോ. So now invite Mrs. Philomena Joseph onto the stage. She is also a retired government employee from Revenue Department. Welcome auntie onto the stage. Okay, now it's time to invite Lindo ചേട്ടന്റെ സഹോദരങ്ങൾ, അവരുടെ ഫാമിലി. ലിൻഡോ ചേട്ടന് 2 സിബ്ലിങ്സ് ആണുള്ളത്. ഒരു ചേട്ടനും ഒരു പെങ്ങളും ഉണ്ട്. So I invite Mr. Lijo Jose and his wife Sherin onto the stage. Next, I would like to invite Lindo Chetan's sister Lindsay and her husband Jibin, the beautiful daughter Isa baby onto the stage. Nallor kayidi nalgam because now we have that complete perfect frame here.
it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe, breathe in, breathe deep. You know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me as we fall asleep. Baby, you know I won't mind if we get no rest until the sunrise, until you make me fall in love again as light shows your face. I can never be the same. I plan to love you for a long time, until you meet your chariot. What would I do without your eyes? The way they look at me and mine, and when your smile creates that dimple, I tend to be used as your pillow. So just breathe, you know that's all you need. I can't describe your eyes, but when they're looking at me, your heart, it beats and I can't seem to dream when you're with me. Baby, you know I won't mind if we get no rest until the sunrise, until you make me fall in love again as light shows your face. I can never be the same. I plan to love you for a long time. I plan to love. Your voice will guide the wind till I can feel your touch. And I plan to love, to love, to love. Your voice will guide the wind till I can feel your touch. Let's run to the rest of our lives and leave everything that we've known behind. We won't look back. Together we have everything
could spend our whole lives waiting for the future we could have what's here and now, pushing everything to happen sooner, running till the sky falls down. Does it really make a difference? Really make a difference that I want you now, want you now? Really make a difference? Does it really make a difference that I want you now, want you now? 'Cause I want you now. Static songs on the radio, back to the city where we fell in love. Now tell me we're better off. Back road headlight dancing